ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് സാരി ആയിട്ടാണ് കേട്ടോ. നല്ല നീലയും പച്ചയും കളറൊക്കെ തോന്നിക്കുന്ന ഒരു കളറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ചിലത് നല്ലൊരു സാരി തന്നെയാണ്. ഈ സാരി ആയിട്ട് എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഗിൽറ്റും ഇതൊക്കെയുള്ള സാരിയെ കണ്ടുകഴിഞ്ഞാൽ കൊണ്ടുപോകും അഴക്ക എന്നാണ് അമ്മ പറയാറുള്ളത്. എനിക്ക് ചില അമ്മയ്ക്ക് ഇങ്ങനത്തെ സാരിയൊന്നും ഇഷ്ടമല്ല. അമ്മ എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ ടൈപ്പുള്ള സാരീസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു സരാര സെറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന സരാര സെറ്റാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്ലോത്ത് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അലമാരയിൽ നിന്ന് അമ്മയുടെ നിന്നൊരു സാരി കിട്ടിയത്. അപ്പോൾ അങ്ങനെ തന്നെ അതും പൊക്കിയെടുത്തു. എന്നാൽ ലൈനിങ്ങിനാണെങ്കിലും അതും അമ്മയുടെ ഒരു സാരി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കോട്ടൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, സാരി തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഒരു ശരാര സെറ്റാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ ഷോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷോൾ ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ തയ്യൽ പഠിക്കാത്ത നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരു പുച്ഛഭാവമുണ്ട്. പക്ഷേ എന്നാലും എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ തയ്യൽ പഠിക്കാൻ പോയില്ല എന്നില്ല. തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ടീച്ചർക്ക് സമയം ഉണ്ടായില്ല. അത് എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തിയൊരു സംഭവം തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടീച്ചറോടുള്ള അമർഷം നമുക്ക് കടിച്ചമർത്തിക്കൊണ്ട് ഫീസ് കൊടുക്കാനുള്ളതൊക്കെ ഫീസ് കൊടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു. എന്തായാലും വീട്ടിൽ മെഷീനുള്ളതാണ്. ആ ഒരു വാശിക്കും ദേഷ്യത്തിനും സങ്കടത്തിനും എല്ലാം കൂടി ചേർത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് വെട്ടിത്തയ്ച്ചാണ് ഞാൻ തയ്ക്കാൻ പഠിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ പറ്റാത്തതാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് വലിയ വീരവാദമൊക്കെ ഞാൻ അടിക്കുമെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കും വരാറുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നേ. ദൈവം ഉണ്ടല്ലോ എല്ലാത്തിനും. നമ്മളെല്ലാത്തിനും കൂട്ടായിട്ട് ആരൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ദൈവം കൂട്ടായിട്ടുണ്ടാവും എന്നും പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് നന്ദി പറയുക ഇത്രയൊക്കെ എത്തിപ്പെട്ടതിൽ. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് ഭയങ്കര രസമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ ഓൾ.